ഈ സമയത്ത് ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചാച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമല്ലി, കുരുമുളക്, ചെറിയ ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ചാച്ചെടുക്കാം. പിന്നെ അതാ മട്ടൻ്റെ കാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാലൊന്ന് മുറിച്ചെടുത്തിട്ട് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയല്ലോ, ഞാൻ മട്ടൻ്റെ സൂപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലാണ് എടുത്തിട്ടുള്ളത് മട്ടൻ്റെ. അതിലേക്ക് നമ്മൾ ചാച്ച് വെച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുതിയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കുക്കറിൽ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ മൺകലത്തിൽ വെച്ചിട്ട് ഒരുപാട് ദിവസം തിളപ്പിച്ചിട്ട് ആ ഒരു എല്ലൊക്കെ പൊടിയുന്നത് വരെ അത് തിളപ്പിച്ച് കുടിക്കൂട്ടോ. അങ്ങനെയാണ് സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു എല്ലിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെന്തിട്ട് പുറത്തേക്ക് വരണം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിൽ നിന്ന് എത്രയാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് തന്നെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇനി കർക്കിടക മാസമൊക്കെയാണ്, അതുപോലെ മഴക്കാലത്തൊക്കെ നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മട്ടൻ സൂപ്പ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേ.